ഇവിടുത്തെ UDF സംവിധാനവും RMPയും ഒക്കെ ഉറപ്പിച്ച് പറഞ്ഞിരുന്നു തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ പ്രതികരണം കാണുമ്പോൾ 1 ലക്ഷത്തിലധികം വോട്ടിന് വിജയിക്കുമെന്ന്. എന്നോട് നിങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ പൊളിറ്റിക്കൽ ടെറൈനാണിത്. അതുകൊണ്ട് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മെജോറിറ്റി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ UDF നേതൃത്വം ഇപ്പം DCC പ്രസിഡന്റ് ആണെങ്കിലും ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ ആണെങ്കിലും അതുപോലെ തന്നെ RMPയുടെ നേതാക്കന്മാരാണെങ്കിലും മുല്ലപ്പള്ളി സാറാണെങ്കിലും അവരൊക്കെ ഉറപ്പിച്ച് പറഞ്ഞിരുന്നു 1 ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷം ഉണ്ടാവും, 1 ലക്ഷത്തിൻ്റെ മേലെ ഭൂരിപക്ഷം ഉണ്ടാവും. അത് വടകരയുടെ ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ടെന്ന്. കംഫർട്ടബിൾ എന്നുള്ള വാക്ക് ഞാൻ ആവർത്തിച്ച് പറഞ്ഞിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം വടകര എൻ്റെ എല്ലാ പ്രതീക്ഷകൾക്കും അപ്പുറത്തുള്ള സ്നേഹവും പിന്തുണയാണ് തുടക്കം മുതൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിന് പരമാവധി ഈ നാടിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടല്ലാതെ എനിക്ക് അതിൻ്റെ നന്ദി കാണിക്കാൻ കഴിയും. എൻ്റെ പ്രവൃത്തിയിലൂടെ ഇതിനെല്ലാമുള്ള നന്ദി കാണിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കും. അല്ല, അത് അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ ചോയ്സോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റോ തിരഞ്ഞോ തേടിയോ പോയതല്ല. അതൊരു രാഷ്ട്രീയ പോരാട്ടമായിരുന്നു, അതൊരു പൊളിറ്റിക്കൽ ഡിസിഷനായിരുന്നു. അവിടെ അദ്ദേഹം പരാജയപ്പെട്ടു പോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിൽ പോലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ബാക്കി 19 UDF സ്ഥാനാർത്ഥികൾക്ക് മുരളിയേട്ടൻ്റെ എടുത്ത ആ ഒരു ധീര തീരുമാനത്തിൻ്റെ ഗുണം ലഭിച്ചിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പിനെ പോസിറ്റീവ് ട്രെൻഡിലേക്ക് കൊണ്ടുവന്ന ആദ്യത്തെ തീരുമാനങ്ങളിലൊന്ന് അദ്ദേഹം തൃശ്ശൂർ പോയി ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ തീരുമാനിച്ചതായിരുന്നു. അത് ഞാൻ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. പാർട്ടിക്ക് വേണ്ടിയാണ് മുരളിയേട്ടൻ ആ തീരുമാനമെടുത്തത്. ഒരു തികഞ്ഞ പാർട്ടിക്കാരനായിട്ടാണ് പാർട്ടി പറഞ്ഞ് അദ്ദേഹം അനുസരിച്ചത്. അതിൽ അദ്ദേഹത്തിൻ്റെ ആ തീരുമാനത്തോട് ഞങ്ങൾക്ക് എല്ലാവർക്കും ആദരവുണ്ട്. റിസൾട്ട് മറിച്ചായി പോയി എന്നുള്ളത് നിർഭാഗ്യകരമാണ്.